ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ഫ്രൈഡേ വ്ളോഗ്സ്. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഐ വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ് എ ബ്ലെസ്ഡ് ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മൂത്ത മോൾക്ക് കുറച്ച് ഡ്രസ്സുകൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവളിപ്പം ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സെല്ലാം പെട്ടെന്ന് കുട്ടികൾക്കൊരു ചേഞ്ച് വരുമല്ലോ, വലുതായി. ഇപ്പോൾ അവളുടെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും അവൾക്ക് യൂസ് ചെയ്യാൻ പറ്റാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവൾക്ക് കുറച്ചധികം ക്ലോത്ത്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ചെറിയ ആൾക്ക് പുതിയ ഡ്രസ്സ് വാങ്ങേണ്ട ആവശ്യമില്ല. അവളെ സംബന്ധിച്ച് അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഡിഫറൻസ് ഹൈറ്റിലൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഒരാൾക്ക് വാങ്ങിയല്ലോ എന്ന് വിചാരിച്ച് മറ്റാൾക്കും അത്രയും അളവിൽ തന്നെ ഡ്രസ്സ് വാങ്ങി കൂട്ടുമ്പോൾ അതൊരു വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഓൾറെഡി ഒരുപാട് ക്ലോത്ത്സ് ഇരിക്കുന്നുണ്ട് ഷെൽഫിൽ. പിന്നെ വീണ്ടും ജസ്റ്റ് ബിക്കോസ് ചേച്ചിക്ക് വാങ്ങിയതുകൊണ്ട് അനിയത്തിക്ക് വാങ്ങണം എന്ന് അതെനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ആളുടെ അടുത്ത് പറഞ്ഞു, നിനക്ക് വേറെ ഒരു ഗിഫ്റ്റ്, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിത്തരാം. ചേച്ചിക്ക് ക്ലോത്ത്സ് വാങ്ങണം, കാരണം ചേച്ചിക്ക് ക്ലോത്ത്സ് വാങ്ങിയേ പറ്റൂ. അപ്പോൾ പകരം മേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ്, നമ്മുടെ വീട്ടിൽ വേറെ ആർക്കും ഇല്ലാത്ത ഒരു ഗിഫ്റ്റ് വാങ്ങിത്തരാം എന്ന് പറഞ്ഞപ്പോൾ അവളത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് ആൾക്കറിയില്ല. അപ്പം ആ വേർഡിൽ എത്ര ലെറ്റർ ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഗസ് ചെയ്തൊക്കെ സ്റ്റാർട്ടിങ് ലെറ്റർ എന്താ, എൻഡിങ് ലെറ്റർ എന്താ, ഇങ്ങനെയൊക്കെ ഗസ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ആൾ. അങ്ങനെ കാത്തിരുന്ന അവസാനം സാധനം കയ്യിൽ കിട്ടി. അതൊരു ഓറൽ ബീഡ് ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് ആയിരുന്നു. അപ്പം ഞാനിത് വാങ്ങിയത് നൈക്ക എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ്. കാരണം ആമസോണിലൊക്കെ ഇത് അവൈലബിൾ അല്ല എന്നാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. എന്തായാലും മോൾക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ ഈ ബ്രഷ് കൈ പിടിച്ചുകൊണ്ടാണ് ഫുള്ള് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ ആൾ പോയിട്ട് സ്വന്തമായിട്ട് എൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു സ്റ്റാൻഡിലൊക്കെ വെച്ച് സ്വയമായിട്ട് ഞാനതിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. So today I am going to do a review about this electronic brush. So this is the frozen electronic brush. Now I'm going to open it. Now I'm done cutting it. So this is the toothbrush. There's a button here. And this is the charger. And this is the charger. And this is the instruction paper. There's a button here. And this is how it works. You press on this button. സംഭവം ഒരു വെറൈറ്റിയാണ്. ബ്രഷ് ചെയ്യാനായിട്ട് കുറച്ച് മറന്നു പോകുന്ന മടി വരുന്ന കുട്ടികൾക്കൊക്കെ രണ്ടു നേരം ബ്രഷ് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത് 3+ ഇയേഴ്സ് കാറ്റഗറിയിലുള്ളതാണ് ഞാൻ വാങ്ങിയത്. എനിക്കൊരു പ്രശ്നം തോന്നിയത് പല്ല് കൊഴിഞ്ഞു പോകുന്ന സമയത്ത് കുറേ പല്ലുകളില്ലാതെ ഗ്യാപ്പുള്ള കുട്ടികളെ സംബന്ധിച്ച് ആ ഗംസിൻ്റെ അവിടെ ഇത് ടച്ച് ആകുമ്പോൾ അവർക്കൊരു കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും. മൊത്തത്തിൽ പല്ലുള്ളവർക്ക് കുഴപ്പമില്ല, പല്ലില്ലാത്തവർക്ക് കുറച്ച് അത് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നി. ഇന്നത്തെ ക്ലീനിങ്ങിന് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷൂ റാക്കാണ്. ഞാൻ ഓരോ ദിവസവും ഒരു ഫുൾ റൂം ക്ലീൻ ചെയ്യാറില്ല. പകരം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു റൂമിൽ തന്നെ ഞാൻ പല കാറ്റഗറീസ് ആയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ലിവിങ് റൂം എടുക്കുകയാണെങ്കിൽ അവിടെ TV യൂണിറ്റിൻ്റെ ഏരിയ, ഷൂ റാക്കിൻ്റെ ഏരിയ, അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ ഏരിയ, അങ്ങനെ ഓരോരോ ഏരിയാസിനെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു പണി ഒരു 10-15 മിനിറ്റ് തീർക്കാവുന്ന പണികളാണ് ചെയ്യാറ്. അപ്പോൾ ഇതിനകത്ത് കുറേ ന്യൂസ് പേപ്പറും കുറച്ച് പഴയ മാഗസിൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വലിയ പണിയില്ല. പിന്നെ കുറച്ച് ഷൂസ് ഇരിക്കുന്നുണ്ട്. ഈ ഷൂസിൽ കുറേ എണ്ണം ഡിസ്കാർഡ് ചെയ്യാനുണ്ട്. കുട്ടികളുടെ കാലിനേക്കാളും സൈസ് ചെറുതായതും പഴയതായതൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഷൂസിൻ്റെ പണി ഞാൻ അവരെ ഏൽപ്പിച്ചു. കാരണം അവർ നോക്കി പുറത്തെടുത്തിട്ട് എൻ്റെ അടുത്ത് പറയണം എന്താണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ എല്ലാ ഷൂ കൊണ്ട് കളയാൻ ഞാൻ സമ്മതിക്കാറില്ല. പക്ഷേ ഇപ്പം കുട്ടികളുടെ കാല് ചെറുതായി, മൂത്ത ആൾക്ക് കാല് ചെറുതായി പോയി, പക്ഷേ നല്ല ഷൂ ആണെന്നുണ്ടെങ്കിൽ ഞാനത് വാഷ് ചെയ്ത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് ഞാനത് എടുത്തു വയ്ക്കും. ചെറിയ ആൾക്ക് കുറച്ച് കഴിയുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ചെറിയ ആളുടെ ചെറുതായത് പിന്നെ എനിക്ക് യൂസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളത് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് വെക്കും. അതുപോലെ എന്തെങ്കിലും റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അത് റിപ്പയർ സെക്ഷനിലേക്ക് മാറ്റി വയ്ക്കും. അങ്ങനെയാണ്. ഒറ്റയടിക്ക് എല്ലാം കൊണ്ട് കളയില്ല. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസ്കാർഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു കവറിലാക്കി അത് ഇവിടെ ഇങ്ങനെ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് കീപ്പിങ്ങിൻ്റെ ആൾക്കാർ വരുമ്പോൾ അവരത് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അവർക്ക് യൂസ്ഫുള്ളാണെങ്കിൽ അവരത് യൂസ് ചെയ്യും. അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ഒരു വിഷമം വിചാരിക്കാനില്ല. മിക്കവാറും അത് യൂസ്ഫുൾ ആയവരുടെ കൈകളിൽ തന്നെയാണ് എത്തുന്നത്.
കുറച്ച് സാനിറ്റൈസർ ബോട്ടിൽസ്, പിന്നെ ഇവിടെ ഒരു കൊട്ടേഷൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഈ ഒരു ചെറിയൊരു വുഡൻ പാനലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അവിടെ എല്ലാം തുടച്ചെടുത്തു. പിന്നെ ബാക്കി ഓരോ റാക്കിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്തു. അപ്പോൾ കുറച്ച് ഹെൽമെറ്റുകൾ, ന്യൂസ് പേപ്പർ, കുറച്ച് പഴയ മാഗസീൻസ്. അങ്ങനെ ഞാനങ്ങനെ സ്ഥിരമായിട്ട് മാഗസീൻസ് ഒന്നും വാങ്ങുന്ന ആളല്ല, പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കും. മിക്കവാറും ഞാൻ ഓണം, ക്രിസ്മസ് ടൈമിലൊക്കെ സ്പെഷ്യൽ ആയിട്ട് വരുന്ന വനിത ചിലപ്പോൾ കണ്ടാൽ വാങ്ങിക്കാറുണ്ട്. ഇപ്പം നിർത്തി, പണ്ട് വാങ്ങിച്ചിരുന്നതാണ് അതൊക്കെ. പക്ഷേ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ചിലപ്പോൾ ചില ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനായിട്ടൊക്കെ പടങ്ങളൊക്കെ വെട്ടേണ്ടി വരുമ്പോൾ ശരിക്കും എനിക്ക് യൂസ്ഫുൾ ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് മാഗസിൻസ് ഞാൻ ഇങ്ങനെ ഇവിടെ സേവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുമാതിരി ഞാൻ ആദ്യത്തെ കുട്ടി ഉണ്ടായ സമയത്താട്ടോ ചൈൽഡ് എന്ന് പറയുന്നൊരു മാഗസിൻ, അതുപോലെ മദർ ആൻഡ് ബേബി എന്ന് പറയുന്ന മാഗസിൻ, അതൊക്കെ ഇങ്ങനെ എവറി മന്ത് ഷോപ്പിൽ കാണുമ്പോൾ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കുട്ടികളുടെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഉണ്ട്, അതിൽ നല്ല പിക്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കുറേ സംഭവങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു നിധി ശേഖരമാണ് പഴയ മാഗസിൻസ്. അപ്പോൾ അതെന്തായാലും ഞാൻ ഡിസ്കാർഡ് ചെയ്യില്ല. പക്ഷേ ന്യൂസ് പേപ്പർ കുറച്ച് അധികമായിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ കൊടുക്കാറായിട്ടുണ്ട്. മോള് കുറച്ച് നാൾ ക്യൂമാത്തിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അപ്പാർട്ട്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനൊരു 3 months അവളെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ബുക്സാണിത്. അതൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ കുറച്ച് ഇങ്ങനെ പലതരത്തിലുള്ള ഗെയിംസ്, സുഡോക്കു, ചില ഡോട്ട്സ് വെച്ചിട്ടുള്ള ചില ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടല്ലേ പിള്ളേർ നടക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ആ ബുക്ക് എനിക്ക് ആവശ്യമില്ല, അത് എനിക്ക് ഡിസ്കാർഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ഈ കാണിച്ചു തരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ toistudent.com എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് എഡിഷൻ ന്യൂസ് പേപ്പറാണ്. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്കിത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം നമുക്ക് കുട്ടികൾ എല്ലാ ദിവസവും പേപ്പർ വായിക്കണം, അങ്ങനെ ഒരു ഗുഡ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പേപ്പർ വായിച്ചാൽ കുട്ടികൾക്ക് എന്നല്ല, നമ്മൾ അഡൽട്ട്സിന് പോലും ഡിപ്രഷൻ വരുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകളും വാർത്തകളുമാണ് പേപ്പറിൽ നിറച്ചുണ്ടാവുക. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും എൻ്റെ കുട്ടികൾക്ക് അത് സജസ്റ്റ് ചെയ്യാനുള്ളൊരു ധൈര്യം എനിക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടി ഇറക്കുന്ന ഒരു ന്യൂസ് പേപ്പറാണ്. അപ്പോൾ കുട്ടികൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് ഉണ്ടായിരിക്കും, ജനറൽ നോളജ് ഉണ്ടായിരിക്കും, അവരുടെ ഓരോ സബ്ജക്ട്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും, ചില എക്സ്പേർട്ട് ടോക്കുകൾ, അത് കുട്ടികൾ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസാണ്. എൻ്റെ നെയ്ബറിൻ്റെ ഡോഗ് ലിഫ്റ്റിൽ വരുമ്പം എനിക്ക് പേടിയാണ്, അപ്പോൾ ക്യാൻ ഐ ടെൽ ഹിം, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് എനിക്കിങ്ങനെ എന്തെങ്കിലും എന്ത് വേണമെങ്കിൽ ആവാം, അവർക്ക് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, അവരുടെ കുറേ പിക്ചേഴ്സൊക്കെ ഇടാനുള്ളൊരു പേജുണ്ട്. പിന്നെ കുറച്ച് എന്തെങ്കിലും സർവേകളോ അങ്ങനെയൊക്കെ കുട്ടികളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം കവർ ചെയ്യുന്ന ഒരു 4 പേജ്, ചിലപ്പോൾ 4 പേജ് അല്ലെങ്കിൽ 6 പേജ് ഇടയ്ക്കുണ്ടെന്ന് തോന്നുന്നു. ഒരു കാറ്റഗറി, ഒരു പേജ് ഫുള്ള് സ്പോർട്സിന് ഡെഡിക്കേറ്റഡ് ആയിരിക്കും. ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് വെച്ചിട്ടാണ് ഈ ന്യൂസ് പേപ്പർ വരുന്നത്. അപ്പം ഇവർക്ക് സ്കൂളിൽ നിന്ന് ഇത് കമ്പൽസറി ആയിട്ട് കൊടുക്കുന്നതാണ്, എവറി ഡേ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് കുട്ടിക്ക് പേപ്പർ വായിക്കാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും ട്രൈ ചെയ്യാവുന്നൊരു സംഭവമാണ്. നമുക്ക് വീട്ടിലിത് വരുത്താനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിഷൻ ആണല്ലോ. താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് അന്വേഷിച്ച് നോക്കാവുന്നതാണ്. ഇത് ഡിസ്കാർഡ് ചെയ്യാനുള്ള കുട്ടികളുടെ ചെരുപ്പുകളൊക്കെ ഒരു കവറിലാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് നാളെ അവർ ഗാർബേജ് കളക്ഷന് വരുമ്പോൾ അവർക്ക് എടുത്ത് കൊടുക്കാനാണ്. പിള്ളേർക്ക് എല്ലാവർക്കും ചെരുപ്പ് വാങ്ങേണ്ടത് ഒരു അത്യാവശ്യ സന്ദർഭമാണിപ്പോൾ. അപ്പോൾ കുറച്ച് ചെരുപ്പുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വഴിയെ വരും. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എന്നുള്ളത്, അത് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ ഒക്ടോബർ മാസമാകുമ്പോൾ ഓരോ ദിവസവും ഓരോ വീട്ടിൽ ഒരു പ്രെയർ മീറ്റിംഗ് പോലെ നടത്താറുണ്ട്. അപ്പം ഒരു വീട്ടിലൊരു
20 മുതൽ 30 വരെ ആളുകളൊക്കെ വരാറുണ്ട്. രാത്രിയാണ്, അത് കഴിഞ്ഞ് ഡിന്നറും ഒക്കെ കഴിച്ച് അങ്ങനെയുള്ളൊരു പരിപാടിയായിട്ടാണ് എല്ലാ വർഷവും നടത്താറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം കൊറോണ ആയതുകൊണ്ട് അങ്ങനെ ആളുകളൊന്നും വരുന്നില്ല. പക്ഷേ പള്ളിയിൽ നിന്ന് ഫാദറും ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ വീഡിയോ ലൈവ് സ്ട്രീമിംഗ് യൂട്യൂബിലൂടെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളും കൂടി വരും. മാതാവിൻ്റെ ഒരു രൂപം അപ്പോൾ ഓരോ വീട്ടിലോട്ടും ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലാണ് കൊന്ത. അപ്പോൾ ഞാൻ അതിന് വേണ്ടി മാതാവിന് ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് പൂക്കളൊക്കെ വെച്ച് ക്യാൻഡിലൊക്കെ വെച്ച് അങ്ങനെ മാതാവിനെ ഒന്ന് സുന്ദരിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതൊരു വൈകിട്ട് 7:30-ക്കായിരുന്നു പ്രെയർ മീറ്റിങ്ങിൻ്റെ ടൈം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു ബ്ലെസ്ഡ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ആളുകളൊന്നും വരാത്തത് കൊണ്ട് പിന്നെ വേറെ ഡിന്നറൊന്നും ഇല്ല. ജസ്റ്റ് ഈ വരുന്ന 2 പേർക്കുള്ളൊരു ഭക്ഷണം മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്തുള്ളൂ. ആവേ മരിയ, ആവേ 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 മരിയ. അപ്പോൾ പ്രെയർ കഴിഞ്ഞ് എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചു. അതിൻ്റെ പ്രിപ്പറേഷനൊന്നും ഞാൻ വേറെ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്തില്ല, പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുത്തതല്ലേ. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ലൈഫിലെ ഒരു ബ്ലെസ്ഡ് ഡേ ഇൻ മൈ ലൈഫ്. സോ സീ യു ഓൾ ടുമോറോ. ടേക്ക് കെയർ. ബൈ.